ഹായ് അഗെയിൻ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് നമ്മൾ സ്പീക്കിങ്ങും ലിസണിങ്ങും അതെങ്ങനെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഓരോ മോഡ്യൂൾസിലേക്കും അതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യും. പുതിയ ചേഞ്ചസ് ആണ് അത് ഡിസ്കസ് ചെയ്തിരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇന്ന് നമ്മൾ അടുത്ത നെക്സ്റ്റ് മോഡ്യൂൾസായ റൈറ്റിംഗ് നമ്മൾ ഡിസ്കസ് ചെയ്തില്ല, പിന്നെ റീഡിങ്ങും ഡിസ്കസ് ചെയ്തില്ല അല്ലേ. അപ്പോൾ റൈറ്റിംഗ് നമ്മൾ ഏതൊക്കെ മോഡ്യൂൾസിലേക്കാണ് റൈറ്റിങ്ങിൻ്റെ സ്കോറ് കോൺട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നതെന്ന് നോക്കാം. അപ്പോൾ റൈറ്റിംഗ് നമ്മൾക്കറിയാം, നോർമലി എസ്സേ ഉണ്ടാവും റൈറ്റിങ്ങിന്, സമറൈസ് റിട്ടൺ ടെക്സ്റ്റും ഉണ്ടാവും. ഈ സമറൈസ് റിട്ടൺ ടെക്സ്റ്റിൻ്റെ സ്കോറ് റൈറ്റിങ്ങിനും റീഡിങ്ങിനുമാണ് നേരത്തെ പോയിരുന്നത്, കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നത്. ഇപ്പോഴും അതുപോലെ തന്നെയാണ്, അതിന് ചേഞ്ചസ് ഇല്ല. റൈറ്റിങ്ങിനും റീഡിങ്ങിനും തന്നെ. എസ്സേ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നേരത്തെ 2 എസ്സേ എഴുതുമായിരുന്നു, ഇപ്പോൾ ഒരു എസ്സേ എഴുതിയാൽ മതി. എസ്സേ റൈറ്റിങ്ങിൻ്റെ സ്കോറ് നേരത്തെയും ഇപ്പോഴും റൈറ്റിങ്ങിന് തന്നെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തു പോകുന്നത്, വേറെ ചേഞ്ചസ് ഒന്നുമില്ല. അപ്പോൾ റൈറ്റിങ്ങിന് അങ്ങനെ പ്രത്യേകം പറയാനായിട്ടുള്ള ചേഞ്ചസ് ഒന്നുമില്ല. പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റീഡിംഗ് ആണ്. റീഡിങ്ങിൻ്റെ മോഡ്യൂൾ എന്ന് പറയുന്നത് റീഡിങ്ങിൻ്റെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ട്. റീഡിങ്ങിൻ്റെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് നേരത്തെ കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നത് റീഡിങ്ങിനും റൈറ്റിങ്ങിനും കൂടിയായിരുന്നു. ബട്ട് ലേറ്റസ്റ്റ് അപ്ഡേഷൻ വെച്ച് നോക്കുമ്പോഴത്തേക്കും അത് റൈറ്റിങ്ങിന് പോവില്ല, ഓൺലി ഫോർ റീഡിങ്. ഓക്കെ, അപ്പോൾ റീഡിങ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിന് ഇനി സ്കോർ കിട്ടാവുന്നത് റൈറ്റിങ്ങിന് കിട്ടില്ല, ഓൺലി ഫോർ റീഡിങ്. പിന്നെ MCQ എന്ന് പറയുമ്പോഴേക്കും സിംഗിൾ ആൻസർ തരുന്നതും MCQ മൾട്ടിപ്പിൾ ആൻസർ തരുന്നതിൻ്റെയും സ്കോറിങ് റീഡിങ്ങിന് മാത്രമേ കിട്ടുള്ളൂ. പിന്നെ നെക്സ്റ്റ് റീ ഓർഡർ പാരഗ്രാഫിൻ്റെ സ്കോറും റീഡിങ്ങിന് മാത്രമേ ഉള്ളൂ. നേരത്തെ ഞാനൊരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പറഞ്ഞു റീഡിങ്ങിൻ്റെ, അത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ആണ്. പിന്നെ റീഡിങ്ങിന് വേറൊരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും കൂടിയുണ്ട്, ജസ്റ്റ് നമ്മൾ ആൻസർ ടെക്സ്റ്റ് ചെയ്ത് പോകണ അതുണ്ട്. അതും നമ്മൾക്ക് അതിൻ്റെ സ്കോറും നമ്മൾക്ക് റീഡിങ്ങിന് മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, ഇതൊക്കെയാണ് റീഡിങ്ങിൻ്റെ സ്കോർ കോൺട്രിബ്യൂഷൻ. അതായത് റീഡിങ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പിൻ്റെ ഞാൻ പറഞ്ഞു, പിന്നെ MCQ പറഞ്ഞു, മൾട്ടിപ്പിൾ ചോയ്സ് സിംഗിൾ പറഞ്ഞു, പിന്നെ റിയോയുടെ പാരഗ്രാഫ്, പിന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് തന്നെ വേറെ നമ്മൾ ടെക്സ്റ്റ് ചെയ്ത് പോകുന്നതും പറഞ്ഞു. അതൊക്കെ റീഡിങ്ങിന് മാത്രമേ കോൺട്രിബ്യൂട്ട് ചെയ്ത് പോകുള്ളൂ. അപ്പോൾ ഇതാണ് റൈറ്റിങ്ങിൻ്റെയും റീഡിങ്ങിൻ്റെയും ഡീറ്റെയിൽ. അപ്പോൾ ഇനി നമ്മൾ ഓരോന്നിനും എത്ര ക്വസ്റ്റ്യൻസ് വെച്ചുണ്ടാവും എന്നുള്ളതാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റീഡ് അലൗഡിന് 6 to 7 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. റിപ്പീറ്റ് സെൻറ്റൻസിന് 10 to 11 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ ഡിസ്ക്രൈബ് ഇമേജസിന് 5 to 6 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. റീഡ് ലെക്ചറിനാവുമ്പോഴത്തേക്കും 2 to 3 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആൻസർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ 5 to 6 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷൻ പുതിയൊരു മോഡ്യൂളാണ് അല്ലേ, അതിനൊരു 2 to 3 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ, അതും 2 to 3 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, പിന്നെ റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റിന് ഒരു 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എസ്സേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു എസ്സേ ഉണ്ടാവുള്ളൂ. പിന്നെ റീഡിംഗ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്, റീഡിംഗ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ടല്ലോ, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്, അത് 5 to 6 ബ്ലാങ്ക്സ് ഉണ്ടാവും. ഓക്കെ, ബ്ലാങ്കുകളാണ്, 5 to 6 ബ്ലാങ്ക്സ് ഉണ്ടാവും. പിന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന് സിംഗിൾ ഓപ്ഷന് 2 or 3 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ റീ ഓർഡർ പാരഗ്രാഫ്സും 2 or 3 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ന് പറഞ്ഞാൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് അല്ലാത്തത്, അതിന് ഒരു 4 to 5 ബ്ലാങ്ക്സ് ഉണ്ടാവും. ഒരു ബ്ലാങ്കിന് ഒരു മാർക്ക് വെച്ചിട്ടാണ്. പിന്നെ മൾട്ടിപ്പിൾ ചോയ്സ് മൾട്ടിപ്പിൾ ആൻസറും 2 or 3 ഉണ്ടാവും, 2 or 3 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് സിംഗിൾ ആണെങ്കിലും മൾട്ടിപ്പിൾ ആണെങ്കിലും 2 or 3 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ ലിസ്ണിങ്ങിന് സമ്മറൈസ് സ്പോക്കൺ ടെക്സ്റ്റിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. പിന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ലിസ്ണിങ്ങിനും ഉണ്ട്, അത് മൾട്ടിപ്പിൾ ആൻസറിനും ഉണ്ടാവും, സിംഗിൾ ആൻസറും ഉണ്ടാവും. മൾട്ടിപ്പിൾ ചോയ്സ് രണ്ടിനും 2 to 3 ക്വസ്റ്റ്യൻസ് വെച്ചുണ്ടാവും. പിന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ലിസ്ണിങ്ങിനും ഉണ്ട് അല്ലേ, ലിസ്ണിങ്ങിൻ്റെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും 2 to 3 ക്വസ്റ്റ്യൻസ് വെച്ചുണ്ടാവും. പിന്നെ ഹൈലൈറ്റ് കറക്റ്റ് സമ്മറി, അത് 2 to 3 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ സെലക്ടിങ് മിസ്സിംഗ് വേർഡ്സ്, അത് 2 to 3 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഹൈലൈറ്റ് ഇൻകറക്റ്റും 2 to 3 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ റൈറ്റ് ഫ്രം ഡിറ്റേഷൻ, അതൊരു 3 to 4 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് എല്ലാ മോഡ്യൂളിലും ഉണ്ടാവുന്നത്. ഇത്രയും ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നെക്സ്റ്റ് സ്കോറിംഗ് സിസ്റ്റമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് സ്പീക്കിങ്ങിലെ റീറ്റെൽ ലെക്ചറിൻ്റെ സ്കോറിംഗ് പറയാം. റീറ്റെൽ ലെക്ചർ നേരത്തെ കണ്ടന്റിന് 5 ആയിരുന്നു കിട്ടിയിരുന്നത്, 5, പ്രൊണൗൺസിയേഷന് 5, ഫ്ലുവൻസി 5, അങ്ങനെയായിരുന്നു. അപ്പോൾ 15 ആയിരുന്നു കിട്ടിയിരുന്നത്. പക്ഷേ ഇപ്പോൾ കണ്ടന്റിൻ്റെ സ്കോർ കൂട്ടിയിട്ടുണ്ട്, കണ്ടന്റിന് 6 മാർക്സ് കിട്ടും. പിന്നെ ബാക്കി ഫ്ലുവൻസിയും പ്രൊണൗൺസിയേഷനും 5 തന്നെയാണ്. ഓക്കെ, ഇതാണ് റീറ്റെൽ ലെക്ചറിൻ്റെ സ്കോറിംഗ് സിസ്റ്റം. ഇനി
ഇനി റീഡ് അലൗഡിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്കും കോണ്ടന്റിന് 1 ആണ് കിട്ടുന്നത്. റീഡ് അലൗഡ് കോണ്ടന്റിന് 1 ആണ് കിട്ടുന്നത്. പിന്നെ ഫ്ലുവൻസിയും പ്രൊണൗൺസിയേഷനും 5 ഈച്ച്. ഓക്കെ, അപ്പോൾ 11 സ്കോറാണ് കിട്ടുന്നത്. ഓക്കെ, ഒരു ക്വസ്റ്റിന് വെച്ചിട്ട്. ഇനി റിപ്പീറ്റ് സെൻറ്റൻസിൽ നിങ്ങൾക്ക് കോണ്ടന്റിന് 3 മാർക്സ് കിട്ടും. പിന്നെ പ്രൊണൗൺസിയേഷനും പിന്നെ ഫ്ലുവൻസിക്കും 5 ഈച്ച്, അപ്പോൾ 13 മാർക്സ് കിട്ടും. പിന്നെ ആൻസർ ഷോർട്ട് ക്വസ്റ്റ്യൻസിന് ഒരു 10 to 12 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആൻസർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഒരെണ്ണത്തിന് 1 മാർക്ക് വെച്ചിട്ടാണ്. നേരത്തെ ഒരെണ്ണത്തിന് 1 മാർക്കായിരുന്നു, ഇതിന് അങ്ങനെ തന്നെയാണ്. പിന്നെ സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അത് നമുക്കറിയാം 2 ക്വസ്റ്റ്യൻസ് വെച്ചുണ്ടാവും. അത് നേരത്തെ കോണ്ടന്റിന് 2 മാർക്സാണ് കിട്ടിയിരുന്നത്. ഇപ്പോൾ അതിന് 4 മാർക്സ് കിട്ടും. പിന്നെ വൊക്കാബുലറിക്ക് 2 മാർക്സ് കിട്ടും. പിന്നെ അതിൻ്റെ ഒരു ഫോം എഴുതുന്നതിന് 1 മാർക്സ് കിട്ടും. പിന്നെ റൈറ്റിംഗ് ഡിസ്കോഴ്സ് എന്ന് പറയുമ്പോൾ അതായത് സ്ട്രക്ചേഴ്സ് കറക്റ്റ് ആണോ, ലിങ്കിങ് വേർഡ്സ് ഒക്കെ കറക്റ്റ് ചെയ്തുന്നുണ്ടോ, അതിനൊക്കെ 2 മാർക്സ് കിട്ടും. പിന്നെ ഗ്രാമർ നോക്കും, അതിന് 2 മാർക്സ് കിട്ടും. പക്ഷേ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല, അതിന് സ്കോറൊന്നും പോകില്ല. അപ്പോൾ ടോട്ടൽ ഒരു ഇതെല്ലാം കറക്റ്റായി കഴിഞ്ഞാൽ ഫോമും റൈറ്റിംഗ് ഡിസ്കോഴ്സ് സ്ട്രക്ചറും കാര്യങ്ങളും പിന്നെ മറ്റേ കോണ്ടന്റും ഒക്കെ കറക്റ്റായി, വൊക്കാബുലറി കറക്റ്റായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 11 മാർക്സ് കിട്ടും. അതാണ് സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റിൻ്റെ ഉള്ളത്. ഇനി നെക്സ്റ്റ് എസ്സേന് ഒരു എസ്സേ എഴുതിയാൽ മതി. 200 to 300 വേർഡ്സ് ആണ്. നേരത്തെ കോണ്ടന്റിന് 2 മാർക്സ് ആണ് കൊടുത്തിരുന്നത്, ഇപ്പോൾ അതിന് 6 മാർക്സ് ആയിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ എസ്സേക്ക് ഒരെണ്ണം മാത്രമേ കോണ്ടന്റ് മാത്രമേ നോക്കുള്ളൂ, അത് 6 മാർക്സ് കിട്ടും. ഇനി നെക്സ്റ്റ് റീഡിങ്ങിൻ്റെയിലേക്ക് പോകാം. റീഡിങ് നമുക്കറിയാം ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ടല്ലേ, ഡാഗ് ആൻഡ് ഡ്രോപ്പ്. അതിന് ഒരു ബ്ലാങ്കിന് 1 മാർക്ക് വെച്ചിട്ടാണ് കിട്ടുന്നത്. പിന്നെ മൾട്ടിപ്പിൾ ചോയ്സ് സിംഗിൾ ആൻസറും ഒരു ആൻസർ എഴുതിയാൽ മതി, അപ്പോൾ 1 മാർക്കാണ് കിട്ടുന്നത്. പിന്നെ റീഓർഡർ പാരഗ്രാഫ് അതിന് ഒരു ക്വസ്റ്റിന് 1 മാർക്ക് വെച്ചിട്ടാണ് കിട്ടുന്നത് കേട്ടോ. റീഓർഡർ പാരഗ്രാഫിന് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. പിന്നെ എന്താണ് കറക്റ്റ് ഓർഡറിൽ നമ്മൾ എഴുതിയാൽ മാത്രമേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. പിന്നെ റീഡിങ്ങിൻ്റെ വേറൊരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ട്, അതിനും ഒരു ബ്ലാങ്കിന് 1 മാർക്ക് വെച്ച് കിട്ടും. പിന്നെ മൾട്ടിപ്പിൾ ചോയ്സ് മൾട്ടിപ്പിൾ ആൻസർ ഉണ്ട്. മൾട്ടിപ്പിൾ ചോയ്സ് മൾട്ടിപ്പിൾ ആൻസറിന് 1 മാർക്ക് വെച്ചാണ് കിട്ടുന്നത് റീഡിങ്ങിൻ്റെ. ഇതിൽ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് മൾട്ടിപ്പിൾ ചോയ്സ്. അത് ലിസണിങ്ങിൻ്റെ മൾട്ടിപ്പിൾ ചോയ്സിലും ഉണ്ട്, റീഡിങ്ങിൻ്റെ മൾട്ടിപ്പിൾ ചോയ്സിലും നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ഇനി ലിസ്ണിങ് നമ്മൾക്കറിയാം ആദ്യം സമറൈസ് സ്പോക്കൺ ടെക്സ്റ്റ് ആണ് അല്ലേ. സമറൈസ് സ്പോക്കൺ ടെക്സ്റ്റ് ഒരു എന്താണ് കോണ്ടന്റിന് ഒരു 4 മാർക്സ് കിട്ടും. ഓക്കെ, പിന്നെ മൾട്ടിപ്പിൾ ചോയ്സ് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ഞാൻ പറഞ്ഞു ലിസ്ണിങ്ങിൻ്റെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്, അത് 1 മാർക്ക് വെച്ചിട്ടാണ്. നേരത്തെ പോലെ തന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും എന്താണ് ലിസ്ണിങ്ങിൻ്റെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും നമുക്ക് അതുപോലെ തന്നെ 1 മാർക്ക് വെച്ചിട്ടാണ് കിട്ടുന്നത്. പിന്നെ ലിസ്ണിങ്ങിൻ്റെ എന്താണ് ഹൈലൈറ്റ് കറക്റ്റ് സമ്മറിക്ക് എന്താണ് 1 മാർക്കാണ് കിട്ടുന്നത്. പിന്നെ മൾട്ടിപ്പിൾ ചോയ്സിന് 1 മാർക്ക്, 3 to 4 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. മൾട്ടിപ്പിൾ ചോയ്സ് മൾട്ടിപ്പിൾ ആൻസർ ലിസ്ണിങ്ങിൻ്റെ 3 to 4 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതൊരു 1 മാർക്ക് കിട്ടും. സെലക്ട് മിസ്സിംഗ് വേർഡ്സ് ഒരു 2 to 3 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. മിസ്സിംഗ് വേർഡ്സ് സെലക്ട് ചെയ്യാനായിട്ട് ഒരു മിസ്സിംഗ് വേർഡിന് 1 മാർക്ക് വെച്ച് കിട്ടും. പിന്നെ ഹൈലൈറ്റ് ഇൻകറക്റ്റ് വേർഡിന് 1 മാർക്കാണ് കിട്ടുന്നത്. പിന്നെ റൈറ്റ് ഫ്രം ഡിറ്റേഷനും ഒരു കറക്റ്റിന് 1 മാർക്ക് വെച്ചാണ്. എത്ര കറക്റ്റ് വേർഡ്സ് ഉണ്ട് അത്ര അനുസരിച്ച് 1 മാർക്ക്, ഒരെണ്ണത്തിന് 1 മാർക്ക് വെച്ചിട്ട് കിട്ടും. ഓക്കെ, പിന്നെ സ്പീക്കിങ്ങിൻ്റെ പുതിയ മോഡ്യൂളാണ് സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷൻ അല്ലേ. സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷനിൽ നമ്മൾക്ക് കോണ്ടന്റിന് 6 മാർക്സും പ്രൊണൗൺസിയേഷനും ഫ്ലുവൻസിക്കും വെച്ചിട്ട് 5 മാർക്സ് കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു 16 മാർക്സ് കിട്ടും. പിന്നെ റെസ്പോണ്ട് ടു സിറ്റുവേഷനും അതും സെയിം തന്നെ, കോണ്ടന്റിന് 6, ഫ്ലുവൻസി പ്രൊണൗൺസിയേഷൻ 5 മാർക്സ് വെച്ചിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് എല്ലാ മോഡ്യൂൾസിൻ്റെയും ടോട്ടൽ സ്കോറിങ്. ഇനി നെക്സ്റ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് എന്താണ് സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷനും റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ബൈ, താങ്ക് യു.